നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊന്ന് പിടിക്കേ. എന്തിനാ ബോസേ? ചിലരുടെ ഉറക്കം പോയി. അതെ അതെ ബോസേ, ബോസ് ഇത് എന്തായി കാണിക്കുന്നത്? ബോസ് ഇത് എവിടേക്കാ എന്നെ കൊണ്ടുപോകുന്ന? ഞാൻ മഴയത്ത് കുറച്ചു നേരം കൂടി നിന്നോട്ടെ. നാളത്തെ ഒരു ദിവസം കൂടി കഴിഞ്ഞോട്ടെ, എന്നിട്ട് നീ മഴ എത്ര വേണേലും കൊണ്ടോ. എന്തോന്ന്? ഓ ഒന്നുമില്ല, ഒന്നും മിണ്ടാതിരിക്കേ. ഇത് എന്ത് ഭാവിച്ച? ഇനി ഇവന്മാരൊക്കെ പറയുന്ന പോലെ ശരിക്കും അവള് ഡാനിയെ കുപ്പിയിലാക്കിയോ? എന്തു പറ്റി മാഡം? മുഖത്തൊരു മ്ലാനത. ശരിയാ, അല്ലെങ്കിൽ മ്ലാനത പിടിച്ച മുഖ. ഇതിപ്പോ എക്സ്ട്രാ മ്ലാനതയായോന്ന് എനിക്കൊരു സംശയം ഇല്ലാതില്ല. സാരമില്ല മാഡം, ഇതൊരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ആണെന്ന് വിചാരിച്ചാൽ മതി. ഇനി പുറകെ ഓരോരോ കാര്യങ്ങൾ വരാൻ കിടക്കുന്നതേ ഉള്ളൂ. വെയിറ്റ് ആൻഡ് സീ. അതെ, സ്നേഹ പറഞ്ഞ പിന്നെ അത് പറഞ്ഞതാ. നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ? നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ വർക്ക് നോക്കാൻ നോക്ക്. നിങ്ങൾ എന്റെ കാര്യത്തിൽ ഇടപെടാൻ വരണ്ട, കേട്ടല്ലോ? അവൾമാരുടെ സ്നേഹ. അല്ലെങ്കിൽ മാഡത്തിന്റെ അനുവാദം കിട്ടിയിട്ട് വേണല്ലോ ഞങ്ങൾക്ക് ചെന്ന് വർക്ക് ചെയ്യാൻ. നീ കൂടുതൽ കിടന്ന് ഇങ്ങോട്ടേക്ക് ഉണ്ടാക്കാൻ നിൽക്കല്ലേ? നിനക്കൊക്കെ ഉള്ളത് പുറകെ വരുന്നുണ്ട്. വെയിറ്റ് ചെയ്തോ നീയൊക്കെ? ഓക്കെ മാഡം, തരുമ്പോ കുറച്ച് കരുതി തരണേ. ഞങ്ങള് വെയിറ്റിംഗിലാ. ഓക്കെ, ചിരിക്കടി ചിരിക്ക്. നിങ്ങൾക്ക് ഇവിടുന്ന് ചിരിച്ച് രസിച്ചിരുന്നോ? എനിക്ക് വേറെ പണിയുണ്ട്. പാവടി, പാവത്തിന് നല്ല സങ്കടം ഉണ്ടെന്നാ തോന്നുന്ന. പിന്നെ നല്ല സങ്കടമുണ്ട്, അതാ മോന്ത കണ്ടാൽ അറിഞ്ഞൂടെ? അല്ല, നീയൊക്കെ ആരുടെ കാര്യ ഇവിടെ പറയുന്ന? നിങ്ങൾ എന്താ പറയുന്നതെന്ന് എനിക്ക് അങ്ങോട്ട് കണക്ട് ആവുന്നില്ല. അതെങ്ങനെ മനസ്സിലാവാനാ? അതിന് തലയില് കുറച്ച് ആൾ താമസം വേണം. ആടി, എന്റെ തലയില് ആള് താമസം കുറവാ. നീ വന്ന് താമസിക്ക്. നല്ല വലിയ കോമഡി. അടുത്ത തവണ ചിരിച്ചു തരാവേ. ഏറ്റില്ലേ? അല്ല, ഇവിടെ എന്താ പ്രശ്നം? നിങ്ങളെല്ലാരും എന്താ ഇവിടെ കൂടെ നിൽക്കുന്നത് വേണ്ട? എനിക്ക് അകത്ത് കുറച്ച് വർക്ക് ഉണ്ടായതുകൊണ്ട് വന്ന് നോക്കാനും പറ്റിയില്ല. അത് പിന്നെ സാറേ, ഇവിടെ സ്നേഹ മഴ നന്നോണ്ടിരിക്കുവായിരുന്നു. അപ്പോ ഡാനി സാറ് വന്ന് 2 വഴക്ക് പറഞ്ഞിട്ട് പോയി. വേറെ പ്രശ്നമൊന്നുമില്ല സാറേ. സാറ് പോയി വർക്ക് ചെയ്തോ, ഞങ്ങളും പോയി വർക്ക് ചെയ്യട്ടെ. വാടാ. അല്ലടി, അത് ഡാനി സാർ സ്നേഹ പൊക്കി. മിണ്ടാതിരുന്നു, അല്ല നീ കഴിച്ച ഷവർമ ഞാനിപ്പോ പുറത്തെടുക്കും. ഇത് ഓഫീസാണോ അതോ മെന്റൽ ഹോസ്പിറ്റലാ? എന്താ സാറേ, എന്താ സാറിന്റെ പ്രശ്നം? സാറിന്തിനാ എന്നെ ഇവിടേക്ക് പൊക്കി കൊണ്ടുവന്നേക്കുന്ന? നിനക്ക് മഴ നന പനി പിടിക്കും പെണ്ണേ. റിയലി? അപ്പോ പനി പിടിക്കുന്നോർത്തിട്ടാ? എന്റെ ഒരു ഭാഗ്യം. സാറിന് എന്ത് കെയറിങ്ങാ. കെയറിങ്? നാളെ നമുക്കൊരു പാർട്ടുള്ള കാര്യം നീ മറന്നോ? അതിന്റെ മെയിൻ പ്രസന്റേഷൻ നീയാ. സോ നീയില്ലേ അവിടെ ഒന്നും നടക്കില്ല. അതുകൊണ്ട് നീ പനി പിടിച്ചിരിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ നിന്നെ ഇവിടേക്ക് പൊക്കിക്കൊണ്ട് വന്നേക്കുന്ന. എനിക്ക് അങ്ങനെ ഞാനൊന്നും പനി പിടിക്കാൻ പോകുന്നില്ല. സാറുമാരൊക്കെ ഞാൻ പോയി കുറച്ച് മയമൊക്കെ നനഞ്ഞ് ആസ്വദിച്ചിട്ട് വരാം. നിനക്കെന്താ പറഞ്ഞാ മനസ്സിലാവില്ലേ? ബോസെ, കുറച്ചൊന്നും അങ്ങോട്ട് മാറി നിൽക്ക്. എന്റെ ഹേർട്ട് ഇപ്പൊ പൊട്ടിപ്പോവും സത്യം. നിനക്ക് പറഞ്ഞ അനുസരിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ഇവിടുന്ന് മാറാം. അല്ലേ ഞാൻ ഇവിടെ തന്നെ നിൽക്കും. അനുസരിക്കാം. സാറിപ്പോ മാറി നിൽക്ക്. എന്താണെന്നറിയില്ല, എന്റെ ഹേർട്ട് ഇപ്പൊ പൊട്ടി പുറത്തു വരുന്നത് പോലെയുണ്ട്. ആണോ? അന്ന് എന്റെ അടുത്ത് വന്നപ്പോ ഇതൊന്നും കണ്ടില്ലല്ലോ. അത് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നതല്ലേ. ഇത് നിങ്ങൾ എന്റെ അടുത്തേക്ക് വരുമ്പോ എന്താണെന്ന് അറിയില്ല. എനിക്ക് കൺട്രോൾ കിട്ടണില്ല. നീ കുറെ നേരമല്ലോ ഈ കൺട്രോളും കൊണ്ട് വന്നിട്ട്. എന്ത് കൺട്രോളാ നീ ഉദ്ദേശിക്കുന്ന? അതായത് ഇപ്പൊ ഉദ്ദേശിച്ച കൺട്രോള് എനിക്കിത് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അതാ.
ഉം. പിന്നെ നാളത്തെ പാർട്ടിയുടെ കാര്യം മറക്കണ്ട. എല്ലാം വെൽ പ്രിപ്പയർഡ് ആയിരിക്കണം. പിന്നെ നിന്റെ പ്രസന്റേഷൻ കുറച്ചുകൂടി റെഡിയാക്കാനുണ്ട്. അത് റെഡിയാക്കിയിട്ട് വീട്ടിൽ പോയിട്ട് എനിക്ക് വോയിസ് ചെയ്യ്. ആ വോയിസോ? ആ, വോയിസ് മെസ്സേജ്. നീ അത് റെക്കോർഡ് ചെയ്തിട്ട് വോയിസ് ആയിട്ട് എനിക്ക് അയച്ചാൽ മതി. അല്ലെങ്കിൽ വീഡിയോ എടുത്തിട്ടോ എങ്ങനെയെങ്കിലും അയക്ക്. എനിക്കത് ഒന്നുകൂടി ചെക്ക് ചെയ്യണം. എന്നാ പിന്നെ ഞാൻ വീഡിയോ കോൾ ചെയ്യാം. വീഡിയോ കോളോ? എന്തിന്? സ്നേഹ, ഞാൻ നിന്റെ ബോസാ. അത് നീ മറക്കാൻ പാടില്ല. നീ എനിക്ക് വീട്ടിലെത്തിയിട്ട് വോയിസ് ചെയ്താൽ മതി, അല്ലെ വീഡിയോ എടുത്തിട്ട് അയച്ചാൽ മതി. ഇത് ബോസിനെ തന്നെ ഇടയ്ക്ക് ഓർമ്മപ്പെടുത്തുന്ന പോലെ ഉണ്ടല്ലോ. झूम झूम दे झूम झूम दे झूम झूम जाए दे झूम झूम. ഏ, അങ്ങനൊന്നുമില്ല. നീ ചെന്ന ഫാൻ്റെ ചോട്ടില് കുറച്ച് നേരം ഇരിക്കെ. ആ മുടിയൊക്കെ ഒന്ന് ഉണങ്ങട്ടെ. ഓക്കെ ബോസേ. പിന്നെ ബോസ് എന്നെ എടുത്തുകൊണ്ട് വന്നത് നന്നായി. അതുകൊണ്ട് ചിലരുടെ കുരുപൊട്ടിയ ഫേസ് കാണാൻ പറ്റി. ആരുടെ ഫേസ്? അച്ചടാ, പാവന്റെ ബോസ്. ഒന്നും അറിയത്തില്ല അല്ലേ? സാരില്ല, വൈകാതെ ബോസ് എല്ലാം അറിഞ്ഞോളൂ. അപ്പൊ എന്തായിരിക്കും അത്? അവളായിട്ട് പാസ്റ്റില് ആക്സിഡന്റിന് മുമ്പ് എനിക്ക് എന്തോ നടന്നിട്ടുണ്ട്. എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നുമില്ല. തലയാളെ പെരുക്കുന്ന പോലെ തോന്നുക. നാളെ പാർട്ടിയുടെ ഇടയിൽ കാര്യം ചോദിച്ചാലോ? ആ പാർട്ടിയുടെ ഇടയിൽ അവൾ എങ്ങനെയാ എസ്കേപ്പ് ആവുന്നതെന്ന് എനിക്കൊന്ന് കാണണം. കാര്യമരടി, എന്താ സംഭവം? എനിക്ക് അങ്ങോട്ട് കത്തുന്നില്ല. നീ കാര്യം തെളിയിച്ച് പറ. അറിയാനാവുമ്പോ അത് ചേച്ചി തന്നെ പറഞ്ഞോളാം. ഇതിപ്പോ ഒരു ഗേൾസ് ടോക്ക് ആയിട്ട് കൂട്ടിയാ മതി. ഓ, വലിയ ഗേൾസ് ടോക്സ്. നിങ്ങള് പണ്ടേ കുടുംബശ്രീയാ, അതെനിക്കറിയാം. അതിന് ഞങ്ങളിപ്പോ അല്ലേ കമ്പനി വന്ന. അപ്പൊ നീ എങ്ങനെ അറിയാം ഞങ്ങള് പണ്ടേ കുടുംബശ്രീയാന്ന്? ആ, അതൊക്കെ അറിയാം. അത് ബോയ്സ് ടോക്കാ. അത് നിങ്ങൾ ഗേൾസ് അറിയേണ്ട ആവശ്യമില്ല. ഇവക്ക് ഇപ്പൊ ഒരു പ്രശ്നമില്ലല്ലോ. എന്നെ കാണുമ്പോ അപ്പ മുഖം മാറും, അപ്പ ഇന്നസെന്റ് ആവും. ഇങ്ങനത് എന്നെ നോക്കി പേടിപ്പിക്കുവാണോ? ഇതിപ്പോ എന്താ ചെയ്യാ? കാണാത്ത പോലെ നിക്കാം. നീ ഇതുപോലെ എത്ര നാള് എന്നെ അവോയ്ഡ് ചെയ്യുന്നു എനിക്കൊന്ന് കാണണം. നാളത്തോടെ എനിക്കൊരു ഫൈനൽ ആൻസർ കിട്ടിയേ പറ്റൂ. എന്ത് പറ്റി സാറേ? സാരെന്താ ഇവിടെ പീനിട്ട് പോയ സ്ക്വിറലിനെ പോലെ നിക്കുന്ന? ആ, പീനിട്ട് പോയ സ്ക്വിറലോ? അതെന്താ? ഐ മീൻ സാറെന്നിങ്ങനെ എന്തോ പോയ അണ്ണാനെ പോലെ നിക്കുന്നേന്ന്. ആ, അതൊന്നുമില്ല. അല്ല, താന് എന്റെ ക്യാബിലോട്ടേക്ക് വരാൻ നിൽക്കുമായിരുന്നോ? ആ അതെ സാറേ, ഞാൻ അങ്ങോട്ടേക്ക് വരാൻ നിൽക്കുമായിരുന്നു. നാളത്തെ പാർട്ടിയുടെ കുറച്ച് റിക്വയർമെന്റ്സ് ഉണ്ട്. അത് സാറിനെ ഏൽപ്പിക്കാൻ പറഞ്ഞു ബോസ്. താൻ നന്നായിട്ട് തണുത്ത് വിറക്കുന്നുണ്ടല്ലോ. അവിടുന്ന് മഴ കൊണ്ടുവന്ന് അർജുൻ പറഞ്ഞു. ആ, ചെറുതായിട്ട് തണുക്കുന്നുണ്ട്. അത് കുഴപ്പമില്ല സാറേ. സാറ് ഇത് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞാൽ മതി. തൽക്കാലം ഇത് വെച്ചോ. നന്നായിട്ട് തണുക്കുന്നുണ്ട്. താവാ, ക്യാബിലോട്ടേക്ക് വാ. നമുക്ക് അവിടുന്ന് സംസാരിക്കാം. ഇത് കുറച്ച് താനായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാ. താവാ. അപ്പൊ ഇവിടെ ഡാനിയായിട്ടും മാത്രമല്ല സ്റ്റീഫനായിട്ടും ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലേ? ഇതിങ്ങനെ കൊണ്ടുപോയാൽ ശരിയാവത്തില്ല. ഇങ്ങനെ ഇവളുടെ വലയിൽപ്പെട്ട എന്റെ ഡാനി സേഫ് അല്ല, സ്റ്റീഫന് സേഫ് അല്ല. ഇവിടെ ഡാനിയുടെ അടുത്തുനിന്ന് എങ്ങനെയെങ്കിലും മാറ്റിയേ പറ്റൂ. സാറേ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഈ കോട്ട് സാറെന്ന് വെച്ചോ. എടോ, താൻ നന്നായിട്ട് തണുക്കുന്നുണ്ട്. അത് വെച്ചോ. എനിക്ക് തന്നെ പോലൊരു അനിയത്തിണ്ടായിരുന്നു. തന്നെ കാണുമ്പോ എനിക്ക് അവളെ ഓർമ്മ വരുന്ന. അതുകൊണ്ട് താൻ എന്നൊരു ബ്രദറായിട്ട് കണ്ടാ മതി. അനിയത്തി ഉണ്ടായിരുന്നല്ലോ. അപ്പോ ഇപ്പൊ ഇല്ല. അവള് നമ്മളൊക്കെ വിട്ടിട്ട് തനിയെ ഒറ്റക്ക് അങ്ങ് പോയി, കർത്താവിന്റെ അടുത്തോട്ട്. അയ്യോ സോറി സാറേ, എനിക്ക് ഇതൊന്നും അറിയത്തില്ലായിരുന്നു. സാറിന്റെ സ്വന്തം അനിയത്തെ പോലെ കണ്ടാൽ മതി. ഞാനെന്റെ അഭിയേട്ടനെ പോലെയാ സാറെ കാണുന്ന. തന്റെ കളി കാണുമ്പോഴൊക്കെ എനിക്ക് അവളെ ഓർമ്മ വരുന്ന. അവളുടെ അതേ സ്വഭാവം അതെനിക്ക്.
പിന്നെ സാറേ, സാറ് ആൾക്കാരും ഈ കോട്ട് വെച്ചോ, എനിക്കിപ്പോ ആവശ്യമില്ല. ഈ കോട്ട് വല്ലതും ഞാൻ ഇട്ടേക്കുന്നത് ബോസ് കണ്ടാ പിന്നെ അത് മതി. നീ മയത്ത് കളിച്ചിട്ടല്ലേ, ആര് പറഞ്ഞു മയത്ത് കളിക്കാന്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്നെ ക്വസ്റ്റ്യൻ ചെയ്യും. അത് പ്രശ്നമില്ല, ഡാനിയോട് ഞാൻ പറഞ്ഞോളാം. പ്ലീസ് ബ്രദറെ, ഈ അനിയതി പറയുന്നത് ഇപ്പൊ ഒന്ന് കേൾക്കണം. ഈ കോട്ട് ഞാൻ ഇട്ടേക്കുന്നത് ബോസ് കണ്ടാ ഞാൻ തണുത്തിട്ടായിട്ടേക്കുന്നെന്ന് വിചാരിക്കും. ഞാൻ ബോസിന്റെ മുമ്പിൽ മാക്സിമം തണുക്കാത്തതുപോലെ അഭിനയിക്കാൻ ശ്രമിക്കും. അല്ലെങ്കിൽ പിന്നെ എന്റെ കഥ കഴിഞ്ഞ്. ഓ ആയിക്കോട്ടെ സിസ്റ്ററെ, എന്നാ പിന്നെ ആ കോട്ടിങ് തന്നേര്. താങ്ക് യു. എടി, നല്ല മഴയല്ലേ, ഈ ഒരു റെയിൻകോട്ട് വെച്ച് നിങ്ങൾ രണ്ടുപേരും എങ്ങനെയാ പോകുന്ന? അതിന് ഞങ്ങൾ വിചാരിച്ചില്ലല്ലോ ഇതുപോലെ മഴ ഉണ്ടാവുമെന്ന്. എന്നാ പിന്നെ നീ അത് സെറ്റ് ചെയ്ത് വെക്ക്. ഞാൻ ഇപ്പൊ എത്തും. അല്ല, നിങ്ങളെന്താ ഇവിടെ നിൽക്കുന്നേ? നിങ്ങൾക്കെന്താ ഇനിയും പോകാറായില്ലേ? അത് പിന്നെ മാഡം, നമ്മളിവിടെ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുക. സ്നേഹക്കും അന്നക്കും കൂടി ഒരു റെയിൻകോട്ടേ ഉള്ളൂ. അവരിവിടുന്ന് എങ്ങനെ വീട്ടിലേക്ക് പോകുന്നതാണ് ഇവിടുത്തെ മെയിൻ കൺഫ്യൂഷൻ. ഇതിന് മാഡത്തിന് ഒരു കൺക്ലൂഷൻ ഉണ്ടാക്കി തരാൻ പറ്റുമോ? ഓ, അതാണോ ഇപ്പൊ ഇത്ര വലിയ കൺഫ്യൂഷൻ? ദരിദ്രവാസികള് അതിനൊരു കാർ എടുത്താ പോരെ? EMI പെണ്ണുമ്പിള്ളയുടെ തൊണ്ടവ നടക്കുമായിരിക്കും. ഓ, നിങ്ങൾ എന്ത് വേണേലും ചെയ്, എനിക്ക് പോവാൻ എന്റെ കാറുണ്ട്. അപ്പൊ ബൈ. ആടാ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ അതിന്റെ ഡോക്യുമെന്റ്സ് എനിക്ക് സെൻഡ് ചെയ്താൽ മതി. എന്താ നിത്തി വീട്ടിൽ പോവാതെ ഇവിടെ നിൽക്കുന്ന? അനിയത്തിയോ? ആ ബ്രദറെ, പോവാൻ നിക്കുവാ. നമുക്കാണെങ്കിൽ റെയിൻകോട്ട് ഇല്ല, ഒരു റെയിൻകോട്ടേ ഉള്ളൂ. അതാ ഇപ്പോ ഇവിടുത്തെ പ്രശ്നം. അനിയത്തിയുടെ വേറെ ഇതുവരെ മാറിയില്ല അല്ലേ? നല്ല അഭിനയം, അവന് തീരെ മനസ്സിലാവില്ല. അത് പിന്നെ ബ്രദറെ, ഞാനത് മാക്സിമം അഭിനയിക്കുന്നുണ്ട്. എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. ഡിഡി, ഇവര് തമ്മിൽ എന്താ ഡീലിങ്? നിനക്ക് പൊസസീവ് അടിക്കുന്നില്ലേ? എനിക്കെന്തിനാ പൊസസീവ്? ആ ബെസ്റ്റ്, ഒന്നുമില്ല കുട്ടിക്ക്, ഒന്നുമില്ല. നീ എന്താടി നിന്ന് വിറക്കണേ? വിറക്കണുണ്ടോ? അത് നല്ല മഴയൊക്കെയല്ലേ, അതുകൊണ്ട് തണുത്തിട്ടാ. അനിയത്തി കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് അഭിനയിക്ക്. ആ ബ്രദറെ, അഭിനയിക്കാട്ടോ. ഒന്നുമില്ല സാറേ, എനിക്ക് വേറെയൊന്നുമില്ല. തീരെ വേറെയില്ല. അമ്മായ കൊണ്ടപ്പോ എനിക്ക് തോന്നി. കണ്ടില്ലേടാ എന്റെ കൊച്ചിനോട് ബോസിനുള്ള സ്നേഹം? അറിഞ്ഞില്ല ഉണ്ണി, അറിഞ്ഞില്ല. ആരും പറഞ്ഞുമില്ല. അല്ല ഡാനി, അപ്പോ നിനക്ക് കോട്ട് വേണ്ടേ? അതവള് നന്നായിട്ട് വിറക്കുന്നുണ്ടല്ലോ. ഞാൻ മഴ കൊള്ളുമ്പേ പറഞ്ഞതാ അകത്തേക്ക് കയറാൻ. പറഞ്ഞങ്ങനെ അനുസരണ വേണ്ടേ? ആ അതെ അതെ. അല്ല, നിങ്ങൾ ആരും എന്താ വീട്ടിൽ പോത്തെ? നിങ്ങൾ ആർക്കും റെയിൻകോട്ടില്ലേ? അല്ല സാറേ, അത് സ്നേഹിക്കും എന്നൊക്കെ കൂടിയിട്ട് ഒരു റെയിൻകോട്ടേ ഉള്ളൂ. അപ്പോ അവര് രണ്ടുപേരും കൂടി എങ്ങനെ പോകുന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിവിടെ നിൽക്കുമായിരുന്നു. അത് ഞങ്ങൾ നോക്കിക്കോളാം. നിങ്ങൾ ചെല്ല്, അധികം ലേറ്റ് ആക്കണ്ട. അല്ല സാർ, അത് ഞങ്ങള്. ഇഷാനി, ഡാനി പറഞ്ഞില്ലേ, അത് ഞങ്ങൾ നോക്കിക്കോളാം. നിങ്ങൾ ചെല്ല്. ആ ഓക്കെ സാറേ, എന്നാ പിന്നെ നമ്മള് പോട്ടെടി. ആടി, നിങ്ങളെ പൊക്കോ. ഇനി മഴ കുറയുന്ന ലക്ഷണമില്ല. ഇനിയും അധികം ലേറ്റ് ആക്കണ്ട, ചിലപ്പോ മഴ കൂടിയാലോ. ആ അതും ശരിയാ. എന്നാ പിന്നെ ശരി. എന്താ അർജുൻ, നിനക്ക് റെയിൻകോട്ട് ഇല്ലേ? ഓ, എനിക്ക് റെയിൻകോട്ട് ഉണ്ട്. എന്നാ പിന്നെ ഞാനും പോട്ടെ. അല്ല ബോസേ, ഇവരെല്ലാരും പോയി, ഇനിയിപ്പോ ഞങ്ങളെങ്ങനെ പോവും? നിങ്ങൾക്ക് ഒരാൾക്ക് റെയിൻകോട്ട് ഉണ്ടല്ലോ. ഒരു കാര്യം ചെയ്യ്, ഒരാള് ബൈക്കിൽ പോ, ഒരാളെ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ആ സാറ് കൊണ്ടുവിടോ?
എന്നാ പിന്നെ ഞാൻ സാറിന്റെ കൂടെ വരാം. അന്നാ നീ സ്കൂട്ടി പോയില്ലേ? അത് പിന്നെ നീ സ്കൂട്ടി പോ, ഞാൻ ഡാൻസറെ കൂടെ പോവാം, അതല്ലേ നല്ലത്. ആ അതെന്തിനാ? അത് വേണ്ട, നീ സ്കൂട്ടി പോക്കോ, ഞാൻ കാറി പോക്കോളാം. അതെന്താ അത് വേണ്ടാത്തെ? അത് പിന്നെ സ്കൂട്ടി പോകുമ്പോ കാറ്റ് കൊണ്ടിട്ട് എനിക്ക് തണുപ്പ് കൂടും. അത് പിന്നെ കാറിലാവുമ്പോ ആ പ്രശ്നമില്ലല്ലോ, അതുകൊണ്ടാ. അതെ അതെ. തനിക്കും കാറ്റുകൊണ്ട് തണുപ്പടിക്കുമെങ്കിൽ തവ തന്നെ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അത് വേണ്ട സാറേ, ഞാൻ പൊക്കോളാം, എനിക്ക് ആ പ്രശ്നമില്ല, ഞാൻ സ്കൂട്ടി പൊക്കോളാം. നീ വരുന്നില്ലേ? വരൂ ബോസേ, എന്നാ പിന്നെ ബൈ ഡി. ബൈ ബൈ. സമയമേറി ഒഴുകി നീങ്ങാതിവിടെ മതിവരെ നിന്നു തരൂ നിറയുക സിരകളിലതു കമലഹരികളെ പകലിലേറെ സ്നേഹ, കൈയാകത്തിട്. അത് പിന്നെ പറയുന്നേക്ക്, കൈയാകത്തിട്. സാറേ, ഐസ് ഒന്ന് ഓഫ് ചെയ്യ്, എനിക്ക് തണുക്കുന്നു. ഇത്ര പെട്ടെന്ന് ഓഫ് ചെയ്തോ? പണ്ടിങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. എന്താ നോക്കുന്ന? ഏയ് ഒന്നുമില്ല, സാറ് വല്ലാതെ മാറിപ്പോയി. എന്ത് മാറ്റം? എനിക്കൊരു മാറ്റമില്ല. നീ ആദ്യം ആ സീറ്റ് ബെൽറ്റ് ഇട്. ഓ, സീറ്റ് ബെൽറ്റ് ഒന്നും ഇപ്പൊ വേണ്ട സാറേ, എനിക്കതിരുന്ന് ഇഷ്ടമല്ല. നിന്റെ സൗകര്യം നോക്കിയിട്ടല്ല അതിടണ്ട, അത് സേഫ്റ്റിയുടെ ഒരു ഭാഗമാ. മര്യാദക്ക് എടുത്തിട്. എനിക്കൊന്നും വയ്യ, കുറച്ച് കഴിയട്ടെ. मेरा नाम इश्क तेरा नाम इश्क मेरा नाम इश्क तेरा नाम इश्क मेरा नाम तेरा नाम मेरा नाम इश्क ये लाल इश्क ये मलाल इश्क ये अब इश्क ബൈ ബൈ സാറേ, ഗുഡ് നൈറ്റ്, ലവ് യു. വാട്ട്? ഇത് ഡാനിയുടെ കാറല്ലേ? അപ്പോ ഇതില് വരാനായിരുന്നു അവരുടെ പ്ലാൻ. ഡാനി സാറിന് എന്തൊരു കെയറിങ്ങാ. ബൈ മാഡം. അവൾക്കൊരു ബൈ. നിന്റെ ഇളക്കം നാളെയും കൂടെയുള്ളൂ. നാളെ നീ എങ്ങനെയാ ഡാനിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നതെന്ന് എനിക്കൊന്ന് കാണണം. നാളെ നിന്റെ സ്ഥാനത്ത് ഡാനിയുടെ കൂടെ ഞാനായിരിക്കും. എടി, പുറത്ത് നല്ല മഴയാണല്ലേ, എന്റെ ചെരുപ്പാണ് പുറത്തിരിക്കുക, നീ അതൊന്നും എടുത്ത് അകത്തേക്ക് വെക്കോ പ്ലീസ്. ശരി. ഗുഡ് ഗേൾ. സ്റ്റെല്ല, പിന്നെ നീ ഇത് യൂസ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. എന്ത് കാര്യം? ഇത് വലിയ സ്ട്രോങ് സാധനമൊന്നുമല്ല, ബട്ട് എഫക്റ്റ് ഉണ്ടാവും. ഈ 2 തലമാര് എന്ത് സ്ട്രോങ് കാര്യത്തിനെ പറ്റിയാണോ എന്തോ സംസാരിക്കുന്ന. അതുകൊണ്ട് നീ സൂക്ഷിച്ചും കണ്ടു വേണം കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാൻ. എന്തായാലും ആവട്ടെ. അല്ല, എന്ത് ടൈപ്പ് എഫക്റ്റാ ഉണ്ടാവാൻ പോകുന്ന? അത് വലിയ രീതിക്ക് എഫക്റ്റ് ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. കുറച്ചു നേരത്തേക്ക് അവൾക്ക് കൺഫ്യൂഷൻ തോന്നാം, ടയർഡ് ആവാം, ബോധം വന്നാലും കുറച്ചു സമയത്തേക്ക് അവള് നോർമൽ ആയിരിക്കില്ല. നോർമൽ ആയിരിക്കില്ല എന്ന് വെച്ചാ ഐ മീൻ ഡ്രിങ്ക് ചെയ്ത ആളെ പോലെ പെരുമാറാൻ ചാൻസ് ഉണ്ട്. എന്തൊക്കെയോ മനസ്സിൽ വരുന്നത് പറയും, ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ബി കെയർഫുൾ. ഓ അതാണോ? അതൊക്കെ ഞാൻ നോക്കിക്കോളാം. എനിക്ക് കുറച്ചു നേരത്തേക്ക് ഡാനിയുടെ അടുത്തുനിന്ന് അവളെ മാറ്റി നിർത്തിയാൽ മാത്രം മതി. എനിക്ക് കുറച്ചു നേരമെങ്കിലും ഡാനിയുടെ കൂടെ സ്പെൻഡ് ചെയ്യണം. അവന്റെ മനസ്സിലിരിപ്പ് എനിക്കറിയണം. ഓൾ ദി ബെസ്റ്റ്. ലാസ്റ്റ് എല്ലാം കൂടി എന്റെ തലയിൽ വരാൻ പാടില്ല, എനിക്കത്രേ ഉള്ളൂ. നെവർ. അതൊക്കെ ഈ സ്റ്റെല്ല ഹാൻഡിൽ ചെയ്തോളാം.
ഓൾ ദ ബെസ്റ്റ്. മോളെ സ്നേഹ, നിന്റെ കാര്യത്തില് നാളെ ഒരു തീരുമാനം ഉണ്ടാക്കും. കുറച്ചെങ്കിൽ കുറച്ചു നേരം നീ അവിടെ ബോധം കെട്ട് കിടക്കുന്നത് എനിക്ക് കണ്ണോട് കാണണം. എല്ലാവരും വന്നില്ലേ? അല്ല, സ്നേഹയും അന്നയും ഇതുവരെയും എത്തിയില്ലേ? അവർ രണ്ടുപേരും എപ്പോഴും ലേറ്റ് ആണല്ലോ. അത് പ്രശ്നമില്ല ഡാനി, അവർക്ക് ലൊക്കേഷൻ സെൻഡ് ചെയ്തിട്ടുണ്ടല്ലോ. അവിടെ നിന്നായാലും അവർക്ക് അവിടേക്ക് വരാലോ. അത് ശരിയാവില്ല. നമ്മൾ ഒരു പാർട്ടിക്ക് പോകുമ്പോൾ ഇങ്ങനെ വേറെ വേറെ പോയാൽ എങ്ങനെ ശരിയാവും? നമ്മുടെ കോൺട്രാക്ട് സൈൻ ചെയ്യുന്ന പാർട്ടിയാണ്. സോ നമ്മൾ അതുപോലെ സ്റ്റാൻഡേർഡ് ആയിരിക്കണം. യെസ് ഡാഡി, യു ആർ റൈറ്റ്. അല്ലെങ്കിൽ നല്ല ലേറ്റ് ആയി. അല്ലെങ്കിലും അവർക്ക് തീരെ സ്റ്റാൻഡേർഡ് ഇല്ല. നമ്മുടെ കമ്പനിക്ക് പറ്റിയ ആൾക്കാരെയല്ല അവര്. വെരി ചീപ്പ്. ഈ സ്നേഹയാണ് വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ലല്ലോ. ഇനി അവര് വരൂലേ? വരാതെ എവിടെ പോവാൻ? അവിടെ സ്നേഹയുടെ വലിയൊരു പ്രസന്റേഷൻ തന്നെയുണ്ട്. പിന്നെ അവിടെ വന്നല്ലേ പറ്റൂ. പേടിക്കണ്ട സാറേ, ഞാൻ അന്നയെ വിളിച്ചായിരുന്നു. അവര് വരുന്നില്ലെന്നാ പറഞ്ഞേ. വരുന്ന വഴിക്ക് എന്തോ ബ്ലോക്കിൽ പെട്ടെന്ന്. കാറൊക്കെ പുറത്ത് വെയിറ്റിംഗാ. കുഴപ്പമില്ല, ടൈം ആവുന്നതല്ലേ ഉള്ളൂ. അവരോട് വരട്ടെ. കണ്ടില്ലേ, സ്നേഹമുള്ളതുകൊണ്ടാ ബോസ് ഇങ്ങനെയൊക്കെ പറയുന്ന. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇങ്ങനെ ലേറ്റ് ആയാ പിന്നെ സാർ അവരെ കൊന്നു തിന്നേനെ. അത് പിന്നെ ഉറപ്പല്ലേ. ഡാനി, എന്റെ ഡ്രസ്സിങ് എങ്ങനെയുണ്ട്? മൈ ഔട്ട്ഫിറ്റ് കൊള്ളാവോ? ആ, എത്തിയല്ലോ രണ്ടുപേരും. കണ്ടില്ലേ, ബോസിന്റെ സ്നേഹനെ തന്നെയാ നോക്കുന്ന. അപ്പൊ കൺഫേം ആയി ഡാനി സാറ് വീണു. അല്ലേലും സ്നേഹയുടെ ലുക്കില് ആരാണേലും വീണു പോവും. ഇവളെന്താ ബാർബിയോ? ഡാനി, look at my outfit. എങ്ങനെയുണ്ട്? പാവം സ്റ്റെല്ല മാഡം, കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. എങ്കിൽ പിന്നെ നീ പറഞ്ഞു കൊടുക്ക് ആ തള്ളയുടെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ടെന്ന്. ഞാനെന്തിനാ പറഞ്ഞു കൊടുക്കുന്ന? എനിക്കതിന്റെ ആവശ്യമില്ല. ഗുഡ് മോർണിംഗ് ബോസ്. ഗുഡ് മോർണിംഗ് ബ്രദർ. നമ്മള് ലേറ്റ് ആയിട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? ചെറുതായിട്ട് ഒരു ബ്ലോക്കിൽ പെട്ടുപോയി, അതാ. ഏയ്, അത്ര ലേറ്റ് ആയിട്ടൊന്നുമില്ല. നമ്മൾ ഇറങ്ങാൻ നിൽക്കുമായിരുന്നു. എന്നാ പിന്നെ നമുക്ക് ഇറങ്ങാം ഡാനി. ഡാനി എന്തിനാ ഇവിടെ തന്നെ ഞാൻ നോക്കി നിൽക്കുന്ന? ബോസേ, സാരി ചോദിക്കുന്നു. ബോസ് എന്തിനാ ഇങ്ങനെ എന്നെ തന്നെ നോക്കുന്ന? അത് ഒന്നുമില്ല. നിന്നോട് എന്തോ ചോദിക്കാൻ വരുമായിരുന്നു. ആ പ്രസന്റേഷൻ ഓക്കെ അല്ലേ? അത് സാറിനല്ലേ ഓക്കെ ആണെന്ന് പറഞ്ഞത്? ഞാനിന്നലെ സാറിന് വോയിസ് ചെയ്തായിരുന്നല്ലോ. അയച്ചായിരുന്നല്ലേ? അതിനാ പെട്ടെന്ന് മറന്നുപോയി. ശരിയടി, പാവം ബോസ്. എല്ലാം മറക്കും. നിന്നെ കണ്ട ചുറ്റുള്ളത് എല്ലാം മറക്കും. പൊടി. ഇനി ഡാനി സാറ് സ്റ്റെല്ല മാഡം കയറിയ കാറിലായിരിക്കോ കേറിയ? ഒന്ന് പോയി നോക്കിയിട്ട് വന്നാലോ? ഡിജിനമ്മ, നീ എന്താ പായം പൊളിച്ചോണ്ട് നിക്കുന്ന? വണ്ടി കയറുന്നില്ലേ? ആടാ, ഞാനിപ്പോ വരാം. ഞാനൊരു സാധനത്തെ നോക്കാൻ മറന്നു. ഇപ്പൊ പോയി ഇപ്പൊ വരാം. ഇവളിതിനി എവിടേക്കാണോ എന്തോ. ആഹാ, ബോസ് ഈ കാറിലായിരുന്നോ? ഞാനൊരു സാധനം ഇവിടെ എവിടെയോ വെച്ച് മറന്നു എന്ന് തോന്നുന്നു. ഇവിടെയോ? അതിന് നീ എപ്പോഴാ ഈ കാറി കയറിയത്? ആന്നേ, ഇവിടെ എവിടെയോ ആണ്. എന്റെ കൈൻ്റെ ഉള്ളില് നിന്റെ എന്താണ് ഇരിക്കുന്നോ? സാറ് ബസ്സേ, ഐ ആം ലിറ്റിൽ പൊസസീവ്. സാറും സ്റ്റെല്ല മേഡം ഒരു കാറിലാണോ എന്ന് നോക്കാൻ വേണ്ടി വന്നതാ. അപ്പൊ ശരി, ബൈ. വെൽക്കം മിസ്റ്റർ ഡാനി, വെൽക്കം. താങ്ക് യു സർ. കൊള്ളാലോടി സെറ്റപ്പ്.
സെറ്റപ്പ് ഒക്കെ കൊള്ളാം. ഞാനാ അടുത്ത് പ്രസന്റ് ചെയ്യണ്ട. എനിക്കാണെ കയ്യും കാലം വിറക്കുക. ഏയ്, എന്തിനാണ് പേടിക്കുന്ന? നീ സ്മാർട്ട് അല്ലേ? നല്ല രീതിയിൽ പോയിട്ട് പെർഫോം ചെയ്തിട്ട് വാ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ, നെർവസ് ആവാൻ പാടില്ല. ഓക്കെ? Okay, sir. Thank you all for joining us on this important occasion. I appreciate your time and attention, and I look forward to sharing this exciting journey with you. Let's begin. Thank you. വാവ്, ഗുഡ് ജോബ് സ്നേഹ. Thank you, sir. അത്രക്ക് നന്നായിട്ടൊന്നുമില്ല. എന്തിനാണോ എന്തോ എല്ലാവരും ഇങ്ങനെ കിടന്ന് അപ്രീഷിയേറ്റ് ചെയ്യുന്ന. കൊള്ളാം, അത്രേ ഉള്ളൂ. ഡി, സ്നേഹ നല്ല അടിപൊളിയായിട്ട് പ്രസന്റ് ചെയ്തല്ലോ. അല്ലേലും എന്റെ കൊച്ച് ഇങ്ങനത്തെ കാര്യങ്ങളില് അടിപൊളിയാ. അവളല്ലേലും സ്മാർട്ട് അല്ലേ? ഗുഡ് ജോബ്, നന്നായിട്ട് പ്രസന്റ് ചെയ്തു. താങ്ക് യു, സർ. അത് അനിയത്തി സച്ച് എ ഫ്ലുവന്റ് ഇംഗ്ലീഷ് നന്നായിട്ടുണ്ടായിരുന്നു. താങ്ക് യു ബ്രദറെ. ഡാഡിയുടെ അടുത്തുനിന്ന് ഒരു സെക്കൻഡ് പോലും അവള് മാറി നിൽക്കുന്നില്ലല്ലോ. നിനക്കത് വരാൻ ടൈം ആയിടി. ബോസ് ആൽക്കഹോള് കുടിക്കോ? ഇല്ല, എന്തേ? എങ്കിൽ പിന്നെ ആൽക്കഹോള് ഇവിടെ നിന്നും തൊട്ടു പോകരുത്. ഇവിടെ പാർട്ടിയൊക്കെ ആകുമ്പോ അത്യാവശ്യം എല്ലാവരും കുടിക്കും. ബോസ് കുടിക്കാൻ പാടില്ല. എനിക്കാണ് ഇതിന്റെ സ്മെല്ല് കേട്ടാ തലകറങ്ങും. പ്ലീസ്. ആലോചിക്കാം, ഉറപ്പൊന്നുമില്ല. ആ, നിങ്ങളെ കൂടെ കിടന്ന് ആലോചിക്കണ്ട. നിങ്ങൾ കുടിക്കുന്നില്ല, അത്രേ ഉള്ളൂ. ഹായ് സ്നേഹ, എന്നെ ഓർമ്മയുണ്ടോ? ആ, ഓർമ്മയുണ്ട്. നിങ്ങൾ മറ്റേ എന്തായിരുന്നു? സച്ചിനല്ല, വിരാട്. ആ, വിരാട്. ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. ആ, പിന്നെ താൻ കുറച്ച് അങ്ങോട്ടേക്ക് വരുമോ? നമുക്ക് അവിടുന്ന് സംസാരിക്കാം. സ്നേഹ, ഞാനേ ഒന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാം. നിങ്ങൾ ഇവിടുന്ന് സച്ചിനും വിരാട്ടൊക്കെ ആയിട്ട് സംസാരിക്കേ. ബൈ. പോയിട്ട് വാ. അല്ല വിരാട്, നമുക്ക് ഇവിടുന്ന് സംസാരിച്ച പോരെ? മതി. എന്ത്? അത് ഒന്നുമില്ല, ഞാനിവിടെ പറഞ്ഞതാ. അത് അവിടെ ആകുമ്പോ അധികം റഷ് ഇല്ല. ഇവിടെ ഭയങ്കര റഷ് അല്ലേ. നമുക്ക് അവിടെ നിന്ന് ഫ്രീ ആയിട്ട് സംസാരിക്കാം. ആ, എന്നാ പിന്നെ ബോസേ, ഒരു 5 മിനിറ്റ് ഞങ്ങളിപ്പോ വരാം. ഇതാ പറ്റിയ അവസരം. ഡാനി, ഞാനിപ്പോ വരാം. എനിക്കൊരു കോൾ ഉണ്ട്. ഇവിടുന്ന് ഭയങ്കര നോയ്സ്, കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ കുറച്ച് മാറി നിന്നിട്ട് സംസാരിച്ചിട്ട് വരാം. ആടാ, നീ സംസാരിച്ചിട്ടോ. അന്ന് വന്നപ്പോ അധികം പരിചയപ്പെടാൻ പറ്റിയില്ല. തന്റെ പ്രസന്റേഷൻ അടിപൊളിയായിരുന്നു. നല്ല നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. ആണോ? താങ്ക് യു. അവള് ഞാൻ മാറ്റാതെ തന്നെ അവള് ഡാനിയുടെ അടുത്ത് മാറി നിന്നോ? ഓഹോ, എന്നാ പിന്നെ ഇപ്പൊ ഒന്ന് ഡാനിയുടെ അടുത്ത് പോയി സംസാരിക്കാം. ഇപ്പൊ പറ്റിയ അവസരം. അവൾ ഏത് നിമിഷം വേണമെങ്കിലും വരാം. ഡാനി, നീ ഫ്രീ ആണോ? ആണല്ലേ? അല്ല, ഞാൻ നേരത്തെ എന്റെ ഔട്ട്ഫിറ്റിനെ പറ്റി ചോദിച്ചപ്പോ നീ ഒന്നും പറഞ്ഞില്ല. അല്ല, ഇവിടെ എല്ലാവരും ഡാൻസ് ചെയ്യുവാണല്ലോ. നമുക്കൊരു 2 സ്റ്റെപ്പ് ഇട്ടാലോ? അത് പിന്നെ വിരാട്, എനിക്ക് ഡാൻസ് ചെയ്യാൻ അറിഞ്ഞൂടാ. ഞാൻ എന്ത് ചെയ്യും? അത് കുഴപ്പമില്ല, ഞാനൊക്കെയല്ലേ പഠിക്കുന്ന. വാ, 2 സ്റ്റെപ്പ് ഇട്ട് നോക്കാം. ട്രൈ. നീ ഇതെവിടേക്ക് നോക്കുന്ന? ഞാൻ പറയുന്നത് വല്ലതും നീ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്.
സ്റ്റെല്ല, ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. ഡാനി, അത് പിന്നെ നിക്ക്. വിരാട്ടും സച്ചിനൊക്കെ സംസാരിച്ചു കഴിഞ്ഞോ എന്തോ, ഒന്ന് പോയി നോക്കാം. അതല്ല വിരാട്, എനിക്ക് സത്യമായിട്ടും സ്നേഹ, ഇവിടെ നല്ല റഷാ, നമുക്ക് കുറച്ചങ്ങോട്ട് മാറി നിൽക്കാം. ആ ഓക്കെ സാർ. ഷേ, ഞാൻ എപ്പോഴും അവളോട് സംസാരിക്കാൻ പോകുമ്പോ ഇയാൾ അതിന്റെ ഇടയിൽ കയറുവാണല്ലോ. ശ്ശേ, സ്നേഹ സ്നേഹ സ്നേഹ, എവിടെ പോയാലും സ്നേഹ. ഇവിടെ കൊണ്ട് എന്റെ ലാസ്റ്റ് ചാൻസും മിസ്സായി. സ്റ്റെല്ല, ടേക്ക് യുവർ ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ഇപ്പം എടുത്തേ മതിയാവും. സാറേ, നല്ല പാട്ടല്ലേ? നമുക്ക് 2 സ്റ്റെപ്പ് ഇട്ടാലോ? എന്ത് സ്റ്റെപ്പ്? എനിക്ക് ഡാൻസ് കളിക്കണമെന്ന് അറിയില്ല, നീ കളിച്ചോ. ഓ വേണ്ടേ വേണ്ട, ഞാൻ കളിച്ചോളാം. യെസ് സ്നേഹ, നൈസ് സ്റ്റെപ്പ്. എന്ത് പറ്റി സാർ? നത്തിങ്. ഇങ്ങനെ കൊണ്ട് സാറേ, എന്നെ വിട്, എനിക്ക് പോണം. സാറെന്തിനാ ഇവിടെ എന്നെ പിടിച്ചു വെച്ചേക്കുന്ന? മിണ്ടാതിരിക്ക്. തന്നെ ഞാൻ പുറത്ത് വിടും, ഇവിടെ പിടിച്ചു വെക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. ഒരു 5 മിനിറ്റ്. സാറേ പ്ലീസ്. ഇതിപ്പോ ഇവിടുന്ന് എങ്ങനെ എസ്കേപ്പ് ആവും? സ്നേഹ, യുവർ അമേസിംഗ് ഡ്രിങ്ക് ഈസ് റെഡി. ദിസ് ഡ്രിങ്ക് ഈസ് വെയിറ്റിംഗ് ഫോർ യു. സ്നേഹ, കുറച്ചങ്ങോട്ടൊന്ന് മാറി നിന്നേ. ഞാൻ ഈ സ്പെഷ്യൽ ഡ്രിങ്ക് എന്റെ ഡാനിക്ക് കൊടുക്കട്ടെ. ഒന്ന് മാറിക്കേ. സ്പെഷ്യൽ ഡ്രിങ്കോ? ആണോ മാഡം, സ്പെഷ്യൽ ഡ്രിങ്ക് ആണോ? ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ദിസ് ഡ്രിങ്ക് ഫോർ മൈ ഡാനി. അല്ലാതെ നിനക്കൊന്നും കുടിക്കാൻ പറ്റിയ ചീപ്പ് സാധനമല്ല. ദിസ് വാസ് ടു സ്പെഷ്യൽ. ഐ, ആ സ്പെഷ്യൽ സാധനം ഞാനൊന്ന് കുടിച്ചു നോക്കട്ടെ. ഇനി താ മാഡം. സ്നേഹ, അതെന്റെ ഡാനിക്കുള്ളതല്ലേ? ഈ കെണിയിൽ നീ വീഴുന്ന് എനിക്കറിയായിരുന്നടി. സ്റ്റെല്ല ഒരു കെണി വെക്കുന്നുണ്ടല്ലേ, അത് കറക്റ്റ് ആയിട്ട് തന്നെ വെച്ചിരിക്കും. ശരിയാ മാഡം, നല്ല സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ട്. എന്തായാലും ഈ സ്പെഷ്യൽ ഡ്രിങ്ക് ഞാൻ കുടിച്ചു. ഡാഡി സാറ് ഓൾമോസ്റ്റ് കുറെ ഡ്രിങ്ക് കുടിച്ചിട്ട് അവിടെ വയറ് നിറഞ്ഞിരിക്കായിരുന്നെന്ന് എന്നോട് നേരത്തെ പറഞ്ഞേ ഉള്ളൂ. സോ ഈ ഡ്രിങ്കിന്റെ ആവശ്യമില്ല. ഓ ആണോ? ഇതിപ്പോ എന്തായാലും നീ കുടിച്ചല്ലോ, കുഴപ്പമില്ല. ഞാൻ ഡാഡിക്ക് വേറെ ഡ്രിങ്ക് കൊടുത്തോളാം. ഇനി വേറെ ഡ്രിങ്കിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല മാഡം. എന്റെ തലയെന്തോ, എനിക്കെന്തോ തല കറങ്ങണ പോലെ. കറങ്ങും കറങ്ങും, തല കറങ്ങും. സ്നേഹ, ഇവിടെ ഇരിക്കേ. നോ സാർ, ഡീല് പറഞ്ഞാ പിന്നെ അതിലൊരു ചേഞ്ചും ഈ ഡാനി വരുത്താൻ പോകുന്നില്ല. എന്റെ തല മാഡം, എന്റെ തല കറങ്ങനെ വിചാരിച്ച നിങ്ങളോ മറ്റോ എന്റെ ബോസിന്റെ അടുത്ത് പോയാ തലമണ്ട ഞാൻ അടിച്ചു പൊട്ടിക്കും.